വർക്കല ശ്രീലക്ഷ്മിയിൽ 61 വയസ്സുകാരനായ രാജുവാണ് വിവാഹത്തലേന്ന് വീട്ടിലുണ്ടായ കയ്യാങ്കളിയിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് ശിവഗിരിയിൽ വെച്ച് രാജുവിൻ്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് രാജു അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട സൽക്കാര ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഏകദേശം രാത്രി 12 മണിയോടെ പെൺകുട്ടിയുടെ മുൻ സുഹൃത്ത് വിഷ്ണുവും സുഹൃത്തുമടങ്ങുന്ന 4 പേരടങ്ങുന്ന സംഘം വീട്ടിലെത്തി വീടിനു മുൻപിൽ വെച്ച് ബഹളമുണ്ടാക്കി. കാറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചാണ് ആദ്യം ബഹളമുണ്ടാക്കിയത്. പിന്നീട് സംഘം വീട്ടിലെത്തി. ബഹളം വെച്ചതോടെ ശ്രീലക്ഷ്മിയുടെ പിതാവ് ഇവരെ തടഞ്ഞ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതികൾ ഇത് കൂട്ടാക്കാതെ ബഹളം തുടരുകയായിരുന്നു. ഇതോടെ പ്രതികളും രാജുവുമായി കയ്യാങ്കളിയായി. സംഘർഷത്തിനും കയ്യാങ്കളിക്കുമിടെ പെൺകുട്ടിയുടെ പിതാവിനെ ഇവർ മൺവെട്ടിയുമായി ആക്രമിക്കുകയായിരുന്നു. ഇതോടെ ബഹളം കേട്ട് അയൽവാസികളും ഓടിയെത്തി. ചോദ്യം ചെയ്ത ആളുകളെയും മൺവെട്ടി ഉപയോഗിച്ച് ആക്രമിച്ചു. നാട്ടുകാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തലക്കടിയേറ്റ രാജുവിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. തലയിൽ നിന്ന് ചോര വാർന്നായിരുന്നു മരണം. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട വിഷ്ണു, ജിജിൻ, ശ്യാം, മനു എന്നീ പ്രതികളെ കല്ലമ്പലം പോലീസ് വർക്കലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 20 വർഷത്തോളം ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് പിന്നീട് നാട്ടിൽ വന്ന് തൻ്റെ പൊന്നുമകളുടെ വിവാഹമെന്ന സ്വപ്നം കണ്ട് ജീവിച്ച ഒരു പിതാവിനാണ് തൻ്റെ സ്വപ്നം നടപ്പിലാക്കേണ്ട ദിവസം തന്നെ അതിദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടത്. ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ശേഷം നാട്ടിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു രാജു. മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന ആഗ്രഹത്തിലായിരുന്നു രാജുവെന്ന് കൂടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. മംഗളകരമായ വിവാഹം നടക്കേണ്ട വീടാണ് ഇന്ന് ക്രൂര കൊലപാതകത്തിൻ്റെ ചോരപ്പുഴയിൽ ആഴ്ന്നിരിക്കുന്നത്. ഇങ്ങനെ പ്രണയനൈരാശ്യവും പകയിലും ഒടുങ്ങി ഇല്ലാതാകുന്നത് നിരപരാധികളായ അനവധി ജീവനുകളാണ്. ഇന്ന് രാവിലെ 10:30-യോടെയാണ് രാജുവിൻ്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം വീട്ടിൽ പൂർത്തിയായിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ വിഷ്ണുവിൻ്റെ വീട്ടുകാർ നേരത്തെ വിവാഹാലോചനയുമായി ശ്രീലക്ഷ്മിയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ വിഷ്ണുവിൻ്റെ കുടുംബ പശ്ചാത്തലം മോശമായതിനാൽ ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ആലോചന നിരസിച്ചപ്പോൾ തന്നെ ഇവർ ഭീഷണി മുഴക്കുകയും ചെയ്തു. ശ്രീലക്ഷ്മിയെ അപായപ്പെടുത്തുമെന്നായിരുന്നു ഇവർ പറഞ്ഞത്. അതിനിടെയാണ് മറ്റൊരാളുമായി ശ്രീലക്ഷ്മിയുടെ വിവാഹം ഉറപ്പിച്ചത്. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം.